നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസ് MCQ പരീക്ഷയ്ക്ക് B.Ed പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അതിലെ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമി സെറ്റ്, കേട്ടറ്റ്, സീറ്ററ്റ് പരീക്ഷകൾക്ക് ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ B.Ed പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ B.Ed പഠിക്കുന്ന ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കോച്ചിങ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആ കോഴ്സുകളിലും കൂട്ടുകാർ അംഗമാകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കോഴ്സ് കൊണ്ട് ഓൺലൈൻ എക്സാമിന് മാത്രമല്ല മറ്റ് ടീച്ചർ എക്സാമിനേഷൻസിന് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സോഷ്യൽ സയൻസ് മേഖലയിൽ MCQ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കുറച്ച് ചാനലുകളുടെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ചാനൽ ഏതാണ് എന്നതാണ് ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സഞ്ചാരം, സഫാരി, ഡിസ്കവറി ചാനൽ, ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഫ്ലവേഴ്സ് ചാനലാണ്. കാരണം ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചാനലാണ്. എന്റർടൈൻമെന്റിന് മാത്രമാണ് പ്രാധാന്യം. ഓക്കെ, എന്റർടൈൻമെന്റ്. എന്നാൽ ബാക്കി മൂന്ന് ചാനൽസും എന്റർടൈൻമെന്റും എഡ്യൂക്കേഷനും ഉണ്ട്. എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, എഡ്യൂടൈൻമെന്റ് ചാനൽസ് ആണ്. ഓക്കെ, എഡ്യൂടൈൻമെന്റ് ആണ്. ഓക്കെ, സഞ്ചാരമാണെങ്കിലും സഫാരി ആണെങ്കിലും ഡിസ്കവറി ചാനൽ ആണെങ്കിലും അവിടെ എഡ്യൂടൈൻമെന്റിന്റെ ഒരു ചാൻസ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ കൂടെ പറ്റും. പക്ഷേ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി അത് എന്റർടൈൻമെന്റ് മാത്രമാണ്. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ടത് നിൽക്കുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലൈസേഷൻ ഇതിനു മുമ്പും പ്രീവിയസ് ചോദ്യമാണ്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ സയൻസിനകത്ത് ഇത് ജനറൽ പേപ്പറിലും ഓപ്ഷണലിലും ചോദിക്കും. ഇത് സോഷ്യോളജി എന്ന് പറയുന്ന ഭാഗത്തെ ഒരു ചോദ്യമാണ്. അപ്പോൾ ലൈഫ് ലോങ് സോഷ്യൽ ലേണിംഗ് പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ലൈഫ് ലോങ് സോഷ്യൽ ലേണിംഗ് പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എ ലൈഫ് ലോങ് പ്രോസസ് വെയർ ബൈ ആൻ ഇൻഡിവിജ്വൽ ലേൺസ് സോഷ്യൽ റോൾസ് ആൻഡ് വാല്യൂസ്. സമൂഹത്തിലെ ഒരു അംഗീകൃത അംഗമാകാൻ വേണ്ടിയിട്ട് വ്യക്തി സമൂഹത്തിലെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം, സപ്പോസ് യു വാണ്ട് ടു ടീച്ച് ദ ടോപ്പിക് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ 10th സ്റ്റാൻഡേർഡ്, വിച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എന്ന ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ ഏതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്നതാണ് ചോദ്യം. അപ്പോൾ 10ാം ക്ലാസ്സിൽ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് എന്നൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? അവിടെ ഡിബേറ്റ് മെത്തേഡാണ്. കാരണം എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഇതൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആണ്. കോൺട്രവേഴ്സ്യൽ ടോപ്പിക്. അപ്പോൾ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് നമുക്ക് ഡിബേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയലോജിക്കൽ മെത്തേഡ്, പൗലോ ഫ്രെയർ കൊണ്ടുവന്ന ഡയലോജിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ ആണ്. ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോവുക. മറ്റൊരു ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ഈസ് എ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ? വീണ്ടും കോൺട്രവേഴ്സ്യൽ ഇഷ്യൂവിനെ കുറിച്ചാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ സയൻസിലെ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, മുഗൾ ഡൈനാസ്റ്റി, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, കമ്മിങ് ഓഫ് ആര്യൻസ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ആര്യൻ മൈഗ്രേഷൻ എവിടെ നിന്നാണ് എന്നത് കുറേ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ചോദ്യമാണ്. 1857 റിവോൾട്ടിന്റെ നേച്ചർ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുപോലെ തന്നെ എന്താണ് ഒറിജിനൽ ബിൽഡേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ ആരാണ് നിർമ്മിച്ചത്? അതുപോലെ തന്നെ ഗോൾഡൻ ഏജ് കൺസെപ്റ്റ് ഇൻ ഗുപ്ത. ഗോൾഡൻ ഏജ് കൺസെപ്റ്റ് ഇൻ ഗുപ്ത പീരീഡിലെ ഗോൾഡൻ ഏജ് കൺസെപ്റ്റ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈ പറയുന്ന കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ ആര്യന്മാരുടെ കൺസെപ്റ്റ്, ആര്യന്മാർ ഇവിടെ നിന്ന് വന്നു, 1857 കലാപം, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ഒറിജിനൽ ഹൗസ് ബിൽഡേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഗോൾഡൻ ഏജ് കൺസെപ്റ്റ് ഓഫ് ഗുപ്ത. ഇതെല്ലാം എന്താണ്? കോൺട്രവേഴ്സ്യലാണ്. കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് പഠിപ്പിക്കാൻ നമുക്ക് ഡയലോജിക്കൽ മെത്തേഡ് ഉപയോഗിക്കാം. ഡയലോജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഡിബേറ്റ് മെത്തേഡ്. അതിന് വേണ്ടിയിട്ടുള്ള ഫാമിലി ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ മോഡൽ ഓഫ് ടീച്ചിങ് ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, ക്ലബ്ബ് ആക്ടിവിറ്റി ദാറ്റ് പ്രൊവൈഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നതിൽ ഏതിൽ നിന്നാണ്? ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ കണ്ടു, ഫീൽഡ് ട്രിപ്പാണ്. ഫീൽഡ് ട്രിപ്പ് എന്താണ്? ഒരു ഔട്ടിംഗ് ആണ്. ഔട്ടിംഗ് മാത്രമല്ല, അതിനകത്ത് എന്തുണ്ട്? എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഔട്ടിംഗ് ആണ് ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. എ ഫാക്ടർ നോട്ട് ഹാമ്പറിംഗ് നാഷണൽ ഇന്റഗ്രേഷൻ. നാഷണൽ ഇന്റഗ്രേഷന് ബാരിയർ അല്ലാത്തത് ഏതാണ്? കാസ്റ്റിസം ബാരിയർ ആണ്. കമ്മ്യൂണലിസം ബാരിയർ ആണ്. കമ്മ്യൂണലിസം എന്താണ്? ബാരിയർ ആണ്. അതുപോലെ തന്നെ
പരോക്കിയലിസവും ബാരിയർ അല്ലാത്തത്, തടസ്സമല്ലാത്തത് സെക്യുലറിസമാണ്. റിപ്പീറ്റഡ് ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് സെക്യുലറിസം. മതേതരത്വം എന്ന് പറയുന്നത്, മതേതരത്വം ഒരു ബാരിയർ അല്ല, നാഷണൽ ഇന്റഗ്രേഷൻ ഒരു ബാരിയർ അല്ല. ഇപ്പോൾ കാസ്റ്റിസം, കമ്മ്യൂണലിസം, റീജണലിസം, അതുപോലെ തന്നെ ടെററിസം, ഇതെല്ലാം എന്താണ് ഈ പറയുന്ന നാഷണൽ യൂണിറ്റിക്ക് ഒരു ത്രെട്ടാണ്. കാസ്റ്റിസം, കമ്മ്യൂണലിസം, പരോക്കിയലിസം, റീജണലിസം, ടെററിസം എന്നിവയെല്ലാം നാഷണൽ ഇന്റഗ്രേഷന് ത്രെട്ട് തന്നെ ആണ്. എ മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ബൈ ബ്രിങ്ങിങ് കമ്മ്യൂണിറ്റി ടു സ്കൂൾ. കമ്മ്യൂണിറ്റിയെ സ്കൂളിലോട്ട് കൊണ്ടുവരുന്നു. കമ്മ്യൂണിറ്റി ടു സ്കൂൾ എന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കമ്മ്യൂണിറ്റിയെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എക്സിബിഷൻസ് നടത്താം, സെലിബ്രേഷൻസ് നടത്താം, PTA നടത്താം. അപ്പോൾ എന്താണ് ഇതിന്റെ ഉത്തരം? എല്ലാം ശരിയാണ് അല്ലേ? എക്സിബിഷൻ നടത്തുമ്പോൾ കമ്മ്യൂണിറ്റി സ്കൂളിലോട്ട് വരും. ഇനി സെലിബ്രേഷൻസ് നടത്തുമ്പോൾ ആനുവൽ ഡേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ ഒക്കെ ആകുമ്പോൾ നമ്മുടെ പാരൻസും മറ്റ് അച്ഛനും അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്ത് ചെയ്യും? ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ കമ്മ്യൂണിറ്റി സ്കൂളിലേക്ക് വീണ്ടും വരുന്നു. ഇനി PTA, പാരന്റ് ടീച്ചർ അസോസിയേഷൻ ക്ലാസ് എന്താണ്? കമ്മ്യൂണിറ്റി സ്കൂളിലേക്ക് വരുന്നു. അടുത്തൊരു ചോദ്യം, റെയിൽവേ സ്റ്റേഷൻ എന്ത് തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ്? റെയിൽവേ സ്റ്റേഷൻ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ധനകാര്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആരുടെ? നമ്മുടെ ഗവൺമെന്റിന്റെ. അതായത് ഇന്ത്യൻ ലാഭം, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യ ഗവൺമെന്റിൽ. മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസിന്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഏതാണ്? ഇത് ഗ്ലോബ് ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സോഷ്യൽ സയൻസിന്റെ രണ്ട് തരത്തിലുള്ള സെൻസസ് ആണുള്ളത്. പ്ലേസ് സെൻസ്, അതുപോലെ തന്നെ ടൈം സെൻസ്. പ്ലേസ് സെൻസും ടൈം സെൻസ്. പ്ലേസ് സെൻസ് ജോഗ്രഫി, ടൈം സെൻസ് ആണെങ്കിൽ ഹിസ്റ്ററി. പ്ലേസ് സെൻസ് ജോഗ്രഫി, ടൈം സെൻസ് ഹിസ്റ്ററി. ഇനി പ്ലേസ് സെൻസ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറ്റ്ലസ്, ഗ്ലോബ്, മാപ്പ് എന്നിവയൊക്കെ എന്താണ്? പ്ലേസ് സെൻസ് വർദ്ധിപ്പിക്കും അല്ലേ? മാപ്പ്, ഗ്ലോബ്, അറ്റ്ലസ് ആണ് ഏറ്റവും വലിയ മാപ്പ് എന്ന് പറയുന്നത്. ഇനി മാപ്പുകൾ 2 ഡയമെൻഷണൽ ആണ്, 2D ആണ്, 2 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ്. ഗ്ലോബ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ആണ്. അതുപോലെ തന്നെ ഗ്ലോബ് എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ആണ്. മാപ്പിനെ കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രാഫി. മാപ്പ് നിർമ്മിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കും. ഓക്കെ. ഇനി ടൈം ലൈൻ എന്ന് പറയുമ്പോൾ ടൈം സെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടൈം ലൈൻസ് നമ്മൾ ഹിസ്റ്റോറിയിൽ ഉപയോഗിക്കുന്നതാണ്. ടൈം ലൈൻ യൂസ്ഡ് ടു സ്റ്റഡി 2 പാരലൽ സീരീസ് 2 പാരലൽ ആയിട്ടുള്ള ഇവന്റ്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ലൈൻ ഏതായിരിക്കും? കമ്പാരിറ്റീവ് ആയിട്ടുള്ള ടൈം ലൈൻ ആയിരിക്കും. അതായത് 1947 ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു, അതുപോലെ തന്നെ എന്താണ് 1947 പാകിസ്ഥാനിൽ എന്ത് സംഭവിച്ചു. ഇത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ലൈൻ ആണ് കമ്പാരിറ്റീവ് ടൈം ലൈൻ. ഓക്കെ, കമ്പാരിറ്റീവ് ടൈം ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. കമ്പയർ ചെയ്ത് പഠിക്കുന്നു. ഓക്കെ, ഒരേ വർഷം 2 ഇവന്റുകൾ നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, 1947 ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്, 1947 തന്നെ പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്. ഇത് കമ്പാരിറ്റീവ് ടൈം ലൈൻ ആണ്. അപ്പോൾ ടൈം ലൈൻ എന്ന് പറയുന്നത് എന്ത് സെൻസാണ് കുട്ടിയിൽ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ടൈം സെൻസ് ആണ്. ടൈം സെൻസ്, ഹിസ്റ്റോറിക്കൽ സെൻസ്. ഇനി അത് 2 രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. ചെറുതിൽ നിന്ന് വലുതിലോട്ട് 2023 നിന്ന് 24 അവതരിപ്പിച്ചാൽ അതിനെയാണ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ്. ഇനി 24 കാര്യം ആദ്യം പറഞ്ഞതിന് ശേഷം രണ്ടാമത് 23 കാര്യം പറഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് റിഗ്രസീവ്. ഓക്കെ, റിഗ്രസീവ് പ്ലാൻ ഉണ്ട്, പ്രോഗ്രസീവ് പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ റിഗ്രസീവ് പ്ലാനും പ്രോഗ്രസീവ് പ്ലാനും ഈ പറയുന്ന എന്താണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റിഗ്രസീവ് പ്ലാൻ. An important source of information in a social science library. സോഷ്യൽ സയൻസ് ലൈബ്രറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്തായിരിക്കും? ന്യൂസ് പേപ്പേഴ്സ് ആയിരിക്കും. അടുത്ത സോഷ്യൽ സയൻസ് ലബോറട്ടറി എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് അറ്റ്മോസ്ഫിയർ ഫോർ ലേണിംഗ്. എഫക്റ്റീവ് അറ്റ്മോസ്ഫിയർ നൽകുന്നു. പ്രൊവൈഡ് എ ക്വിക്ക് ആൻഡ് റെഡി ഫങ്ഷണൽ എൻവയോൺമെന്റ്. മേക്കിംഗ് ടീച്ചിങ് മോർ എഫക്റ്റീവ് ടീച്ചിങ് നൽകുന്നു. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ സോഷ്യൽ സയൻസ് ലബോറട്ടറി, സോഷ്യൽ സയൻസ് മ്യൂസിയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അനുബന്ധ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ ശ്രമിക്കുക. സുപ്രീം കോർട്ടിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ്. സുപ്രീം കോർട്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതിയാണ്. ഹയസ്റ്റ് അപ്പലേറ്റ് കോർട്ട്. അപ്പീൽ സിസ്റ്റത്തിന്റെ ഏറ്റവും മുകളിൽ വരുന്ന കോർട്ടാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോർട്ടിനെ പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നറിയപ്പെടുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോർട്ടിനെയാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അപ്പെക്സ് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി.
ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും അപ്പെക്സിൽ വരുന്നത് ഏതാണ്? അതും എന്താണ്? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട് എവിടെയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സുപ്രീം കോർട്ട് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. ഫെഡറൽ സിസ്റ്റം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്നുള്ള ഒരു ചോദ്യമാണ്. ഫെഡറൽ സിസ്റ്റം എന്ന കൺസെപ്റ്റ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പോൾ കടം കൊണ്ട പ്രൊവിഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാനഡയിൽ നിന്നാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന കൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, കാനഡയിൽ നിന്നാണ് ഫെഡറൽ സിസ്റ്റം എന്ന കൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 2009 വരെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് 42nd അമെന്റ്മെന്റ് ആണ്. 42nd അമെന്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് ആണ്. 42nd അമെന്റ്മെന്റ് വരുന്നത് 1976ലാണ്. 42nd അമെന്റ്മെന്റ് വരുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ സോഷ്യലിസം എന്ന വാക്ക്, സെക്യുലർ എന്ന വാക്ക്, ഇന്റഗ്രിറ്റി, സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി, ഈ വാക്കുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തത് 42nd അമെന്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖ ഭാഗമുണ്ട്. പ്രിയാമ്പിൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ പ്രിയാമ്പിളിൽ മാറ്റങ്ങൾ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ചോദിക്കാം. അത് ഏതാണ്? 42nd അമെന്റ്മെന്റ് ആണ്. പ്രിയാമ്പിളിൽ അമെന്റ്മെന്റ് വരുത്തിയ ഭരണഘടനാ ഭേദഗതി 42nd അമെന്റ്മെന്റ് ആണ്. അടുത്തൊരു ചോദ്യം, ദ ബൗണ്ടറി ബിറ്റ്വീൻ ട്രോപ്പോസ്ഫിയർ ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിലുള്ള ബൗണ്ടറിയെ വിളിക്കുന്ന പേരെന്താണ്? ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള ബൗണ്ടറിയെ ട്രോപ്പോപാസ് എന്ന് വിളിക്കും. ട്രോപ്പോപാസ്. ഇപ്പോൾ ജോഗ്രഫിയിലെ കൺസെപ്റ്റുകൾ, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന ഭാഗത്തെ ഒരു ചോദ്യമാണിത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള ലെയറിനെ എന്ത് വിളിക്കും? ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള പാസിനെ ട്രോപ്പോപാസ് എന്ന് പറയും. ഓസോൺ ലെയർ കാണപ്പെടുന്നത് ഏത് പാർട്ടിലാണ്? വീണ്ടും ജോഗ്രഫിയിലെ സെയിം ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ SCERT കൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിക്കുക. ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ഓക്കെ, ഓസോൺ ഡേ എന്നാണ് സെപ്റ്റംബർ 16 ഓസോൺ ഡേ. ഓസോൺ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ ലെയറിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. അപ്പോൾ ഓസോൺ ഡേ എന്ന് പറയുന്നത് സെപ്റ്റംബർ 16 സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. O3 എന്ന് പറയും. ഓസോൺ. കോർ ഓഫ് എർത്തിന്റെ കോറിന്റെ പേരെന്താണ്? എർത്തിന്റെ ഏറ്റവും അകത്തുള്ള ഭാഗത്തിന് നമ്മൾ നിഫെ എന്ന് വിളിക്കും. നിഫെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കൽ പ്ലസ് ഫെറം. ഫെറം എന്ന് പറഞ്ഞാൽ അയൺ. അപ്പോൾ നിക്കലും ഫെറവും കൊണ്ടാണ് എർത്തിന്റെ കോർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നിക്കൽ ആൻഡ് അയൺ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെ നിഫെ എന്ന് നമുക്ക് വിളിക്കാം. നിഫെ. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള, സാന്ദ്രത ഏറ്റവും കൂടിയ പ്ലാനറ്റ്, ഗ്രഹം ഏതാണ്? ഏറ്റവും ഡെൻസിറ്റി കൂടിയത് എർത്താണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? ജലമുള്ള ഗ്രഹം ആണ് എർത്ത് എന്ന് പറയുന്നത്. ജീവനുള്ള ഒരേ ഒരു ഗ്രഹമാണ് എർത്ത്. നമ്മൾ ജീവിക്കുന്ന പ്ലാനറ്റ് എർത്ത് ആണ്. അപ്പോൾ നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു എർത്ത്. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി, ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഗ്രഹമാണ് എർത്ത് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് മൗണ്ടെയിൻ റേഞ്ച് ഇൻ യൂറോപ്പിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ച് ഏതാണ്? അത് ആൽപ്സ് പർവ്വതനിരയാണ്. ആൽപ്സ്. അടുത്തൊരു ചോദ്യം, ദ ഏരിയ മോസ്റ്റ് യൂസ്ഫുൾ ഫോർ ഹ്യൂമൻ ഹാബിറ്റേഷൻ. മനുഷ്യന്റെ വാസത്തിന് ഏറ്റവും നല്ലത് ഏതാണ്? നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് വസിക്കുന്ന എവിടെയാണ്? പ്ലെയിൻ ആണ്. നോർത്ത് ഇന്ത്യൻ ഗ്രേറ്റ് പ്ലെയിൻസ്. ഓക്കെ, ഗ്രേറ്റ് പ്ലെയിൻസ്, അതായത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്താണ് കൃഷിയൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് താമസിക്കാൻ ഏറ്റവും സൗകര്യമുള്ള പ്രദേശം സമതല പ്രദേശങ്ങളാണ്. സമതല പ്രദേശം. അടുത്തൊരു ചോദ്യം, ദ ഐലൻഡ് ലൈസ് ഇൻ ദ അറേബ്യൻ സീ. അറബിക്കടലിൽ കാണപ്പെടുന്ന ഐലൻഡ് ഏതാണ്? അത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് കാണപ്പെടുന്നത് അറബിക്കടലിൽ ആണ്. ഓൾഡസ്റ്റ് ഓയിൽ റിഫൈനറി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഓയിൽ റിഫൈനറി, പെട്രോളിയം റിഫൈനറി സെന്റർ എവിടെയാണ്? അത് ആസാമിലെ ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ് ഓർത്തു വെച്ചിരിക്കുക. 1970s തുടങ്ങുന്നത്. ഓൾഡസ്റ്റ് ഓയിൽ റിഫൈനറി ഇൻ ഇന്ത്യ, ദിഗ്ബോയ്. ഇനി ബ്ലാക്ക് പെപ്പർ, കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അത് നിങ്ങൾക്കറിയാം. അത് നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനത്തിലാണ് ബ്ലാക്ക് പെപ്പർ. അപ്പോൾ കുരുമുളകിനെ യവനപ്രിയ എന്നറിയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കാം. യവന എന്ന് പറഞ്ഞാൽ ഗ്രീക്ക്. യവനന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് കുരുമുളക്. അപ്പോൾ ബ്ലാക്ക് പെപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. യവനപ്രിയ